ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം സിയോമി പുറത്തിറക്കിയിട്ടുള്ള റെഡ്മി 4 എന്ന ഫോണിനെ കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് നിഖിൽ. ഇക്കഴിഞ്ഞ ദിവസമാണ് സിയോമി അവരുടെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള റെഡ്മി 4ന്റെ ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ആ ഒരു ഫോണിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. ഇപ്പോൾ സിയോമി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോണിന്റെ പേരാണ് റെഡ്മി 4. റെഡ്മി 4A അല്ല, 1-2 മാസങ്ങൾക്ക് മുമ്പ് സിയോമി റെഡ്മി 4A എന്ന പേരിൽ ഒരു ഫോൺ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണ് റെഡ്മി 4 എന്ന് പറയുന്നത്. റെഡ്മി 4 എന്ന ഈ ഫോൺ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ചൈനയിൽ റെഡ്മി 4X എന്ന പേരിലും അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണാണ് ഇപ്പോൾ റീനെയിം ചെയ്ത് ഇന്ത്യയിൽ റെഡ്മി 4 എന്ന പേരിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മുമ്പ് സിയോമി ഇറക്കിയിട്ടുള്ള റെഡ്മി 3S അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. അതായത് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ റെഡ്മി 3S ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്മി 3S പ്ലേസിലേക്ക് വരുന്ന ഫോണാണ് റെഡ്മി 4 എന്നത്. നമുക്ക് ഈ ഫോണിന്റെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. 3 വേരിയന്റുകളായിട്ടാണ് ഈ ഒരു ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. 2GB RAM, 16GB ഇന്റേണൽ മെമ്മറി 6999 രൂപയ്ക്ക്, 3GB RAM 32GB ഇന്റേണൽ സ്റ്റോറേജിൽ 8999 രൂപയ്ക്ക്, 4GB RAM 64GB ROM 10999 രൂപയ്ക്ക്. ഈ 3 വേർഷനുകളിലും ഫിംഗർ പ്രിന്റ് സെൻസർ ലഭ്യമാണ്. അത് വളരെ നല്ല കാര്യമാണ്. ഫോണിന്റെ വില നമ്മൾ നോക്കുന്ന സമയത്ത് 3GB റാമിന്റെയും 2GB റാമിന്റെയും വില അത്ര കണ്ട് കുഴപ്പമില്ല. എന്നാൽ 4GB RAM 64GB ROM അത് 10999 രൂപയ്ക്ക് വാങ്ങേണ്ട രീതിയിലുള്ള കപ്പാസിറ്റി ഒന്നും ഈ ഒരു ഫോണിനില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതിൽ സിയോമി നൽകിയിരിക്കുന്നത് 4100 mAh കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ്. സിയോമിയുടെ മറ്റു ഫോണുകളെ പോലെ തന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല. സ്നാപ്ഡ്രാഗൺ 435 ഒക്ടാ-കോർ പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന റെഡ്മി 3S സ്നാപ്ഡ്രാഗൺ 430 പ്രോസസ്സർ ആയിരുന്നു. അപ്പോൾ പഴയ മോഡലിനെ അപേക്ഷിച്ച് പുതിയ മോഡലിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം പറയുന്ന സമയത്ത് 12.7 സെന്റിമീറ്റർ 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഉണ്ട്. പക്ഷേ ഏത് ഗൊറില്ല ഗ്ലാസ് ആണ് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും മറ്റു സിയോമി ഫോണുകളെ അപേക്ഷിച്ച് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 13 മെഗാപിക്സൽ റിയർ ക്യാമറയാണ്. അതുപോലെ 5 എലമെന്റ് ലെൻസ്, 2.0 അപ്പേച്ചർ, PDAF സപ്പോർട്ട്, ലോ ലൈറ്റ് എൻഹാൻസ്മെന്റ്, HDR, പനോരമ, ബേഴ്സ് മോഡ്, ഫേസ് റെക്കഗ്നീഷൻ, റിയൽ ടൈം ഫിൽറ്റേഴ്സ് തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം റിയർ ക്യാമറയിലുണ്ട്. 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. ബ്യൂട്ടി വിത്ത് 36, സ്മാർട്ട് ബ്യൂട്ടി, പ്രൊഫൈൽസ് വിത്ത് റിയൽ ടൈം ബ്യൂട്ടി സെറ്റിംഗ്സ് എല്ലാം ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അതുപോലെ 2.2 ലാർജ് അപ്പേച്ചർ ആണ് ഈ ക്യാമറയുടെ പ്രത്യേകത. സെൽഫി കൗണ്ട് ഡൗൺ ഉണ്ട്. അതുപോലെ ഫേസ് റെക്കഗ്നീഷൻ ഉണ്ട്. റിയൽ ടൈം ഫിൽറ്റേഴ്സ് എല്ലാം ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷനകത്തുണ്ട്. 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് 1080p അല്ലെങ്കിൽ 720p സൈസിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 720p റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഫോണിനകത്ത് 2 സിം കാർഡുകൾ അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. അതായത് സിം 2 ട്രേ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ്. ഒന്നുകിൽ സിം കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഫോണിനകത്തുള്ള സെൻസറുകളുടെ കാര്യം പറയുകയാണെങ്കിൽ GPS ഉണ്ട്, AGPS ഉണ്ട്, ഗ്ലോണസ് ഉണ്ട്, ബേഡ് പൊസിഷനിങ് ഉണ്ട്, അതുപോലെ ഇൻഫ്രാറെഡ്, ജൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ, പ്രോക്സിമിറ്റി സെൻസർ, ആംബിയന്റ് ലൈറ്റ് സെൻസർ തുടങ്ങിയ സെൻസറുകളെല്ലാം ഇതിനകത്തുണ്ട്. പ്രധാനപ്പെട്ട ഓഡിയോ ഫോർമാറ്റുകളെല്ലാം സപ്പോർട്ട് ചെയ്യും. ഗോൾഡ്, ബ്ലാക്ക് എന്നീ 2 കളറുകളിലാണ് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഈ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് മാഷ്മെലോ ആണ്. ഒരു പക്ഷേ ഭാവിയിൽ നോഗട്ട് ലഭിക്കുന്നതായിരിക്കും. അഥവാ ലഭിച്ചിട്ടില്ലെങ്കിൽ മാഷ്മെലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ ഫോണിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ 6999 രൂപയ്ക്ക് 2GB RAM 16GB ഇന്റർണൽ മെമ്മറി ഉള്ള ഫോൺ വാങ്ങുകയാണെങ്കിൽ, അതല്ലെങ്കിൽ 8999 രൂപയ്ക്ക് 3GB RAM 32GB ROM ഉള്ള ഫോൺ വാങ്ങുകയാണെങ്കിൽ അത് വലിയ നഷ്ടമല്ല. എന്നാൽ 4GB RAM 64GB അത് 10999 രൂപയ്ക്ക് വാങ്ങേണ്ട തരത്തിലുള്ള ഒരു ഫോണല്ല. കാരണം അതേ സെയിം പ്രൈസിന് ഒരുപാട് നല്ല ഫോണുകൾ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാറ്ററി 4100 ഉണ്ട്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 435 ഒക്ടാ-കോർ പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറിന്റെ മുൻകാല വേർഷനുകളെല്ലാം നോക്കുന്ന സമയത്ത് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ സ്നാപ്ഡ്രാഗൺ 435 ഒക്ടാ-കോർ പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. കൂടാതെ ആഡ്രിനോ 505 GPU ആണ് ഇതിനകത്തുള്ളത്. ഓവറോൾ സ്പെസിഫിക്കേഷൻസ് ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഫോൺ നമ്മുടെ മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞ് ആളുകളുടെ റിവ്യൂ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങൾ. സിയോമിയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് മെയ് മാസം 23-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ ഇതിന്റെ സെയിൽ ആരംഭിക്കുമെന്നാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ സിയോമിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ആളുകൾ വാങ്ങി ഇതിന്റെ റിപ്പോർട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ
റിപ്പോർട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നാണ്. കാരണം ഒരു പുതിയ ഫോൺ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആളുകളുടെ റിവ്യൂ നോക്കിയിട്ട് വേണം ഫോണുകൾ വാങ്ങാൻ, അല്ലെങ്കിൽ യൂട്യൂബ് റിവ്യൂകളെല്ലാം വന്നതിന് ശേഷം വേണം നമ്മൾ ഫോണുകൾ വാങ്ങാൻ. കൂട്ടുകാർക്ക് റെഡ്മി 4 സംബന്ധിച്ച ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല അറിവുകൾ, നല്ല ആപ്ലിക്കേഷനുകൾ, ഫോൺ റിവ്യൂകൾ എല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം. സ്നേഹപൂർവ്വം നിഖിൽ.